ഗുഡ് മോർണിംഗ്. നമ്മളുടെ ഈ വർഷത്തെ പ്രോഗ്രാമുകൾ, പ്രവേശനോത്സവത്തിൻ്റെ പ്രോഗ്രാമുകൾ ആരംഭിക്കുകയാണ്. ആദ്യമായിട്ട് പ്രാർത്ഥനയ്ക്കുള്ള കുട്ടികൾ വേദിയിലേക്ക് വരണം. ആദ്യമായി പ്രാർത്ഥന. പ്രാർത്ഥന ആരംഭിക്കുകയാണ്. എല്ലാവരും എണീച്ചിരിക്കും. In the name of God, the most gracious, most merciful, praise be to God, Lord of worlds, the beneficent, the merciful, honor of the day of judgment. Thee alone we worship, that to help we seek, lead us to the spring path, honor of the day of judgment, honor of the day of judgment. In the name of God, the most gracious, most merciful, praise be to God, Lord of worlds, the beneficent, the merciful, honor of the day of judgment, honor of the day of judgment. ഹലോ. ഗുഡ് മോർണിംഗ്. ഏറെ സ്നേഹാദരകൾ നിറഞ്ഞ ബഹുമാന്യരായ വേദിയിലെ വ്യക്തിത്വങ്ങൾ, പ്രിയപ്പെട്ട ജലീൽ ബാക്കവി ഉസ്താദ്, ഈ പരിപാടി ഉദ്ഘാടകൻ ബഹുമാനനായ കമാൽ വരദൂർ സാറ്, ഫൈസൽ ഫൈസി ഉസ്താദ്, അസീസ് മാസ്റ്റർ, മുഹമ്മദ് അലി മാസ്റ്റർ, പ്രിയപ്പെട്ട സീമാഷ്, മറ്റ് അധ്യാപകർ, പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, പ്രിയപ്പെട്ട കൂട്ടുകാർ, 2026-27 പുതിയൊരു അധ്യയന വർഷത്തിൻ്റെ ആരംഭം തുടങ്ങുകയാണ്. മനോഹരമായ വർണ്ണനിറങ്ങളിലുള്ള ഡ്രസ്സുകൾ ധരിച്ച് നമ്മുടെ കുഞ്ഞു മക്കൾ പുതിയൊരു അറിവിൻ്റെ ലോകത്തേക്ക് കാലെടുത്ത് വെക്കുന്ന മനോഹരമായൊരു ദിനം. അറിവിൻ്റെ മനോഹരമായ തലങ്ങളിലേക്ക് ഈ കുഞ്ഞുങ്ങളുടെ കൂടെ ഞങ്ങൾക്കും സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു വർഷത്തിലേക്ക് കടക്കുന്നതിൻ്റെ ആദ്യ ദിനം. ഈ പരിമിതമായ സൗകര്യങ്ങൾ പരിധി തീർക്കാതെ ഏറ്റവും മികച്ച അക്കാദമിക് തലങ്ങളിലും മറ്റ് എല്ലാ തലങ്ങളിലും ഉള്ള വിദ്യാഭ്യാസപരമായും സ്പോർട്സ് പരമായും ആർട്സ് തലത്തിലും കഴിയുന്ന തരത്തിലൊക്കെ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മുടെ കുട്ടികൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. തുടർന്നും ഈ വർഷവും ഏറ്റവും മികച്ച രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു സംവിധാനത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതിന് വേണ്ട എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങളുടെയൊക്കെ സഹകരണവും പിന്തുണയൊക്കെ ഉണ്ടാവണമെന്ന് ആദ്യമായിട്ട് ആവശ്യപ്പെടുകയാണ്. അതേപോലെ നമ്മളുടെ വാഹന സൗകര്യമൊക്കെ തന്നെ നല്ല രീതിയിൽ തന്നെ നമ്മൾ
ഒരുക്കിയിട്ടുണ്ട്. അതൊക്കെ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് നീങ്ങാൻ സാധിക്കണം. അതിനൊക്കെ നിങ്ങളുടെയൊക്കെ സഹകരണം ഉണ്ടാവേണ്ടതുണ്ട്. നമ്മൾ ഈ ഒരു പരിപാടിയിൽ നമുക്ക് ഉദ്ഘാടകനായി വന്നിട്ടുള്ളത് ബഹുമാന്യനായ കമാൽ വരദൂർ സാറാണ്. നമുക്കറിയാം ഈ സ്പോർട്സ് കായിക മേഖലയിൽ ഏറ്റവും മികച്ച രീതിയിൽ ഞാനൊക്കെ പലപ്പോഴും നല്ലൊരു ഇന്ത്യയുടെ കളി നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ വായിക്കാനായിട്ട്, ആ കായിക പേജിൽ എഴുത്തുകൾ വായിക്കാനായിട്ട് പലപ്പോഴും ചന്ദ്രിക പേപ്പർ പ്രത്യേകം വാങ്ങാറുണ്ടായിരുന്നു. കാരണം ആ രൂപത്തിൽ അദ്ദേഹം അതിൻ്റെ ഒരു പല പുതിയ പത്രങ്ങളിലും ഈ കായിക പേജുകൾ എഴുതുന്ന സമയത്ത് പലപ്പോഴും അതിൻ്റെ ഒരു അകക്കാമ്പ് ഉൾക്കൊള്ളാൻ കഴിയാത്ത തരത്തിൽ പലപ്പോഴും അതിൻ്റെ റൈറ്റിങ്സ് ഉണ്ടാവും. പക്ഷേ അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ പലപ്പോഴും പിടിച്ചിരുത്തുന്ന തരത്തിൽ കായിക മേഖലകളിൽ അദ്ദേഹം കഴിവ് തെളിയിച്ച ഒരാളാണ്. അതേപോലെ ചന്ദ്രിക ചീഫ് എഡിറ്ററാണ്. കഴിഞ്ഞ ലോകകപ്പ് ഫുട്ബോൾ, അതേപോലെ ഒളിമ്പിക്സ്, ഏഷ്യൻ ഗെയിംസ് തുടങ്ങിയ ഒരുപാട് പ്രശസ്തമായ കായിക മേഖലകളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ്. അദ്ദേഹമാണ് ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. നമുക്ക് വലിയൊരു നേട്ടമാണ്. അദ്ദേഹത്തിനെ ആദ്യമായി ഈ ഒരു പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം ഈ ഒരു പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാന്യനായ ജലീൽ ബാഖവി ഉസ്താദാണ്. നമുക്കറിയാം, നമ്മുടെ ഈ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാ തരത്തിലും ഏത് സമയത്തും നമ്മളോട് സഹകരിച്ച് നിൽക്കുന്ന, എല്ലാ നിലയിലും നമുക്ക് സപ്പോർട്ടീവായി നിൽക്കുന്ന പ്രിയപ്പെട്ട ജലീൽ ബാഖവി ഉസ്താദാണ്. അദ്ദേഹത്തെ ആദ്യമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ ഫൈസൽ ഫൈസി ഉസ്താദ്, അസീസ് മാസ്റ്റർ, PC ബഷീർ PTA പ്രസിഡൻറ്റ്, മുഹമ്മദ് അലി മാസ്റ്റർ, പിന്നെ സി മാഷ്, അങ്ങനെ തുടങ്ങിയിട്ട് ഈ ഒരു പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന മുഴുവൻ ആളുകൾക്കും, അതോടൊപ്പം നമ്മുടെ ഈ പരിപാടിയിൽ ഒരു സ്പെഷ്യൽ ഗസ്റ്റായിട്ട് സദ്ദാം സാം എന്ന് പറയുന്ന നമ്മുടെ ഒരു ഗായകൻ വരാനുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തിനെയും, അതേപോലെ പ്രിയപ്പെട്ട അധ്യാപകർ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ എല്ലാവരെയും ഈ ഒരു പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട ജലീൽ ബാഖവി ഉസ്താദിനെ ക്ഷണിക്കുന്നതിന് മുമ്പേ നമുക്കൊരു കുട്ടികളുടെ ഒരു വെൽക്കം സോങ് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് അതിന് തയ്യാറുള്ള കുട്ടികളെ ആദ്യമായിട്ട് വെൽക്കം സോങ്ങിന് വേണ്ടി കുട്ടികളെ ക്ഷണിക്കുകയാണ്. അവർ പെട്ടെന്ന് തന്നെ വേദിയിലെത്തണം. ടീച്ചേഴ്സ് ഒന്ന് ശ്രദ്ധിക്കും. പിരിവേ On this bright day, our spirits so high, we're so happy to welcome you. On this bright day, our spirits so high, we're so happy to welcome you. As we gather here today, your blessing and your presence make us rejoice. As we gather here today, your blessing and your presence make us rejoice. On this bright day, our spirits so high, we're so happy to welcome you. On this bright day, our spirits so high, we're so happy to welcome you. As we gather here today, your blessing and your presence make us rejoice. As we gather here today, your blessing and your presence make us rejoice. താങ്ക് യു. ബഹുമാന്യനായ ജലീൽ ബാഖവി ഉസ്താദിനെ ഈ ഒരു പ്രോഗ്രാമിൽ അധ്യക്ഷം വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ആദരവും ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനമുള്ള ഈ മഹത്തായ വേദിയുടെ ഏറ്റവും വലിയ ചീഫ് ഗസ്റ്റായി നമ്മോടൊപ്പം കൂടുന്ന ബഹുമാനപ്പെട്ട കമാൽ വരദൂർ സാഹിബ്, നമ്മുടെ സ്ഥാപനത്തിൻ്റെ ജനറൽ സെക്രട്ടറി ഫൈസൽ ഫൈസി, അസീസ് മാഷ്, മുഹമ്മദ് അലി മാഷ്, ഹാരിസ് അഷരി, സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പൽ അടക്കമുള്ള പ്രിയപ്പെട്ട അധ്യാപകന്മാരെ, വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ,
ഈ വർഷത്തെ അഡ്മിഷൻ പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണ്. ഏറെ പ്രതീക്ഷയിൽ നമ്മുടെ സ്ഥാപനത്തിലേക്ക് വിദ്യാർത്ഥികളെ നാം പറഞ്ഞേക്കുമ്പോൾ നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ വളരെ തുച്ഛമായ സൗകര്യങ്ങളാണെങ്കിലും ആ സൗകര്യങ്ങളെയൊക്കെ അതിൻ്റെ അതിരുകളൊക്കെ കടന്ന് വിശാലമായ മനസ്കതയുള്ള ടീച്ചേഴ്സും രക്ഷിതാക്കളുമാണ് ഈ സ്ഥാപനത്തിൻ്റെ പ്രചോദനം. വലിയ പ്രതീക്ഷയിൽ ഇനി ഓരോ വർഷവും കൂടുന്ന സമയത്ത് ഇതിനുള്ള സൗകര്യങ്ങൾ ഇനിയും കൂട്ടണമെന്ന് ഇതിൻ്റെ ഉത്തരവാദപ്പെട്ടവർ ആലോചിക്കാറുണ്ട്. സ്ഥാപനം നിന്ന് പഠിച്ച് പുറത്ത് പഠിക്കുന്ന കുട്ടികളുടെ പഠന നിലവാരവും ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുടെ നിലവാരങ്ങളും ഒക്കെ എടുത്തു നോക്കുമ്പോൾ പരിസര സ്ഥാപനങ്ങളിൽ നിന്ന് മികച്ചു നിൽക്കുന്ന രൂപത്തിൽ ഈ സ്ഥാപനത്തിനെ വിലയിരുത്താൻ കഴിയും. അതുകൊണ്ട് തന്നെ ഓരോ വർഷവും ഇതിലേക്ക് വരുന്ന കുട്ടികളെ പലപ്പോഴായി അഡ്മിഷൻ കൊടുക്കാൻ കഴിയാതെ ഇവിടെയുള്ള സ്ഥലപരിമിതി മൂലം നമുക്ക് ചെയ്തു കൊടുക്കാനപ്പുറം കഴിയാത്തതിൻ്റെ പേരിൽ തിരിച്ചയക്കലും ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ഇതിന് അനുയോജ്യമായ ഒരു സ്ഥലം കിട്ടണം, അതിനാവശ്യമായ സൗകര്യങ്ങളുണ്ടാവണം. അതിനൊക്കെ നിങ്ങളുടെ പ്രാർത്ഥനകളിലും ഈ സ്ഥാപനവുമായി നിങ്ങൾ ചേർന്ന് നിൽക്കുകയും ചെയ്യണമെന്ന് നമ്മുടെ കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനം എന്നുള്ള നിലക്ക് എല്ലാവരും കൂടെ നിൽക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. നമ്മുടെ പ്രതീക്ഷക്കൊത്ത് നമ്മുടെ കുട്ടികൾ എല്ലാ നിലക്കും പഠനത്തിൻ്റെ ഉയരങ്ങളിലേക്ക് ഉയരാൻ നാഥൻ തുണക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ മഹത്തായ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി കമാൽ സാഹിബ് വരദൂറിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. Assalamu alaikum. Good morning to all. ആരും എന്താ ഗുഡ് മോർണിംഗ് പറയാത്തത്? ഗുഡ് മോർണിംഗ്. ഓക്കെ. വളരെ പ്രിയങ്കരനായ ജലീൽ ബാക്കവി ഉസ്താദ്, പ്രിയപ്പെട്ട ഫൈസൽ ഫൈസി, എൻ്റെ പ്രിയങ്കരനായ സഹപ്രവർത്തകൻ ഹാരിസ് മടവൂർ, അസീസ് മാസ്റ്റർ, മുഹമ്മദ് അലി മാസ്റ്റർ, നമുക്ക് സ്വാഗതം പറഞ്ഞ ഇർഷാദ് മാസ്റ്റർ, സ്വാഗതം ഗാനം പാടിയ നല്ല മക്കളുണ്ട്, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, പണ്ടൊക്കെ ജൂൺ 1 എന്ന് പറയുമ്പോൾ ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്ത് സ്കൂളുകളിൽ അല്ലെങ്കിൽ 1-ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ LKGയിൽ കരയുന്ന കുട്ടികളെയാണ് നമ്മൾ കാണാറ്. ഉമ്മയുടെ കോന്തല പിടിച്ച് അല്ലെങ്കിൽ സാരിത്തുമ്പ് പിടിച്ച് അല്ലെങ്കിൽ അന്ന് ചുരിദാർ കുറവാണ്, ചുരിദാറിൻ്റെ തുമ്പ് പിടിച്ച് കരഞ്ഞ് ബഹളമുണ്ടാക്കി ആകെ, അതായത് അക്കാലത്ത് പത്രങ്ങളിലൊക്കെ വരുന്ന ചിത്രങ്ങളെന്ന് പറഞ്ഞാൽ കരയുന്ന കുട്ടികളാണ്. കാലം മാറിയത് നോക്കുക. ഞാനിങ്ങനെ അവിടെ ഇരുന്ന് നോക്കിയപ്പോൾ ഒരു കുട്ടി പോലും കരയുന്നില്ല. കരയണം എന്നല്ല പറയുന്നത്, വളരെ പോസിറ്റീവായിട്ട് നമ്മുടെ ഔട്ട്ലുക്ക് മാറി എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല തെളിവുകളിലൊന്നാണ് നമ്മുടെ സമീപകാല പ്രവേശനോത്സവങ്ങളെന്ന് പറയുന്നത്. നമ്മൾ ആരെങ്കിലും ഇപ്പോൾ സ്കൂൾ തുറക്കലെന്ന് പറയലുണ്ടോ? നമ്മുടെ കാലത്ത് പറഞ്ഞിരുന്നത് ജൂൺ 1 അല്ലെങ്കിൽ ജൂൺ 2 ഇതാണ് സ്കൂൾ തുറക്കൽ എന്നാണ് പറയൽ. നമ്മളിപ്പോൾ ആ തുറക്കലൊക്കെ മാറ്റിവെച്ച് ഇതിനെ ഫസ്റ്റ് ബെൽ, ആദ്യത്തെ ബെൽ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ പ്രവേശനോത്സവം എന്ന് പറഞ്ഞാണ് നമ്മൾ ഈ പരിപാടിയെ തന്നെ മനോഹരമായിട്ട് വിശേഷിപ്പിക്കുന്നത്.
അതുകൊണ്ട് നമ്മുടെ മക്കളുടെ ഭാവി സ്റ്റാർട്ട് ചെയ്യുന്നത്, മക്കളുടെ ഭാവി എന്ന് പറഞ്ഞാൽ രക്ഷിതാക്കളുടെ വലിയ ഉത്കണ്ഠ. കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്, കുട്ടികളുടെ സതീർത്ഥ്യർ എന്ന് പറയുന്ന കൂട്ടുകാരാണ്, കുട്ടികളുടെ ടീച്ചേഴ്സാണ്, കുട്ടികളുടെ പാഠങ്ങളാണ്. ഇതൊക്കെയാണ് രക്ഷിതാക്കളുടെ ടെൻഷൻ എന്ന് പറയുന്നത്. പക്ഷേ പുതിയ കാലത്ത് ഒരു ടെൻഷനും ആവശ്യമില്ല. കാരണം നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം നന്നായിട്ട് മാറി എന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മുടെ റിസൾട്ടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ SSLC ഒക്കെ നിങ്ങളും ഞാനൊക്കെ പഠിച്ചിരുന്ന സമയത്ത് എത്രയാണ് SSLCയുടെ വിജയ ശതമാനം എന്ന് പറയുന്നത്? എത്രയാ? ഏകദേശം 50-60 ആണ്. അപ്പോൾ നമ്മൾ SSLCയുടെ റിസൾട്ട് വരുന്ന ദിവസം എനിക്കൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്. സ്കൂളിലേക്ക് പോകുമ്പോൾ വലിയ ടെൻഷനാണ്. ജയിച്ചോ. അന്നൊക്കെ നമ്മൾ ഈ കാണുന്ന തരത്തിലുള്ള സാങ്കേതികതയില്ല. നമ്മൾ സ്കൂളിൽ പോകുന്നു, ബ്ലാക്ക് ബോർഡ് ഉണ്ട്, ബ്ലാക്ക് ബോർഡിൽ ജയിച്ചവരുടെ പട്ടിക, തോറ്റവരുടെ പട്ടികയാണ് ഉണ്ടാവാറ്. അപ്പോൾ നമ്മളിങ്ങനെ പിടക്കുന്ന ഹൃദയത്തോടു കൂടി ആ നോട്ടീസ് ബോർഡിലേക്ക് നോക്കിയിട്ട് നമ്മുടെ പേരുണ്ടെങ്കിലാണ് നമ്മൾ ഹാപ്പി. നമ്മൾ 50 പേര് ജയിച്ചിട്ടുണ്ടെങ്കിൽ 50 പേര് തോറ്റിട്ടും ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു കാലത്ത് നിന്ന് കഴിഞ്ഞ ദിവസം റിസൾട്ട് വന്നപ്പോൾ നിങ്ങൾ കണ്ടോ? SSLC റിസൾട്ട് 99 ആണ്. 99% എന്ന് പറഞ്ഞാൽ 100 കുട്ടികൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരാളെ തോൽക്കുന്നുള്ളൂ. പണ്ടൊക്കെ ഞാനൊക്കെ പത്രപ്രവർത്തനം തുടങ്ങിയിരുന്ന സമയത്ത് SSLC റിസൾട്ട് വരുന്ന ദിവസം അല്ലെങ്കിൽ അതിന് അടുത്ത ദിവസം നമ്മൾ കൊടുക്കുന്ന വലിയ വാർത്തകൾ കുട്ടികളുടെ സൂയിസൈഡ്സാണ്, ആത്മഹത്യകളാണ്. തോറ്റാൽ എങ്ങനെ നാട്ടുകാരെ അല്ലെങ്കിൽ വീട്ടുകാരെ, കുടുംബക്കാരെ അഭിസംബോധന ചെയ്യും അല്ലെങ്കിൽ അഭിമുഖീകരിക്കും എന്ന പേടിയിൽ എത്രയോ കുട്ടികൾ. അപ്പോൾ അത്തരമൊരു കാലത്ത് നിന്നും മാറിയിട്ട് 100-ൽ 99 പേരും ജയിക്കുന്ന ഒരു കാലത്തിന് കാരണമെന്ന് പറയുന്നത് നമ്മൾ വലിയ സാങ്കേതിക വളർച്ച നേടിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എന്തുകൊണ്ടാണ് കുട്ടികളാരും കരയാത്തത് ഇന്ന്? അല്ലെങ്കിൽ ഇവിടെ സ്വാഗതഗാനം പാടിയ മക്കളെ നോക്കൂ, ഗംഭീരമായിട്ട് പാടിയില്ല, ഒരു ടെൻഷനും ഇല്ലല്ലോ. ഞാനും നിങ്ങളുമൊക്കെ ഉള്ള കാലത്ത് എങ്ങനെയാണ്? ഞാനും നിങ്ങളുമെന്ന് ഞാനിങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ പേടിക്കണ്ട, എനിക്ക് എന്നെക്കാൾ വയസ്സ് നിങ്ങൾക്കില്ല എന്നറിയാം. എന്നാലും പ്രസംഗത്തിൻ്റെ ഒരു രീതിക്ക് പറയുന്നതാണ്. ആ കാലത്ത് മൈക്കിന് മുന്നിലേക്ക് ആരും വരില്ല, മൈക്കിനെ പേടിയാണ്. വിറച്ച് അല്ലെങ്കിൽ കരഞ്ഞ് ബഹളം വെച്ച് മൈക്കൊന്നുമില്ലാതെ സംസാരിക്കുക അല്ലെങ്കിൽ പാടുന്നവരാണ് അക്കാലത്തെ മക്കളെങ്കിൽ, നമ്മുടെ പുതിയ കാലത്തേക്ക് നിങ്ങൾ ഈ വാർത്തകൾ കാണുമ്പോൾ, ചാനലുകളൊക്കെ കാണുമ്പോൾ എത്ര സുന്ദരമായിട്ടാണ് മക്കൾ പാടുന്നത്. 4 വയസ്സുള്ള കുട്ടി, 5 വയസ്സുള്ള കുട്ടിയൊക്കെ സുന്ദരമായിട്ട്, പല ചാനലുകളുണ്ട്, ഈ ചാനലിൽ പലതരത്തിലുള്ള സംഗീത ടോക്ക് ഷോസും പരിപാടികളൊക്കെ ഉണ്ട്. ഈ പരിപാടികളിൽ മക്കൾ പാടുന്നത് കേട്ട് കഴിഞ്ഞാൽ നമ്മളൊക്കെ അത്ഭുതം കൂറും. എങ്ങനെയാണ് ഇത്ര സുന്ദരമായിട്ട് പാടുന്നത് എന്ന്? പാടാനൊരു കാരണം അവർ കാണുന്ന കാഴ്ചകളാണ്. അവർ TV തുറന്നാൽ കാണുന്ന കാഴ്ചകൾ, രക്ഷിതാക്കളുടെ വാട്സപ്പിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വാൾസിലോ നോക്കിക്കഴിഞ്ഞാൽ അവർ കാണുന്ന കാഴ്ചകൾ എന്ന് പറയുന്നത് എല്ലാം സുന്ദരമായ കാഴ്ചകളാണ്. അപ്പം ആ കാഴ്ചകളുടെ പോസിറ്റിവിറ്റിയാണ് നമ്മുടെ മക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മക്കൾക്ക് ഏറ്റവും നല്ല ഒരു തുടക്കമാണ് മജ്മ ഇംഗ്ലീഷ് മീഡിയം സ്കൂള് ഇന്നത്തെ ദിവസം നൽകുന്നത്. അതിന് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം ഞാൻ പറയാം. ദ വൈറ്റ് ഫ്ലവേഴ്സ്. വെള്ള എന്ന് പറഞ്ഞാൽ എന്താ ടീച്ചറെ? എന്താ വൈറ്റ്? വൈറ്റ് ഡിനോട്ട്സ് എന്താ? വെള്ള വസ്ത്രം എന്തിനുള്ള സൂചനയാണ്? ഉസ്താദ് ഇട്ടിരിക്കുന്നത് വൈറ്റാണ്. എല്ലാവരും, നമ്മളൊക്കെ ഏകദേശം ഹാരിസ് വൈറ്റാണ്, എല്ലാവരും വൈറ്റാണ്. വൈറ്റ് ഡിനോട്ട്സ് പീസ് എന്നാണ്. വെള്ള എന്ന് പറഞ്ഞാൽ സമാധാനവും ശാന്തിയുമാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ, ഓരോ സമാധാന പ്രോഗ്രാമിലും പ്രാവിനെയാണ് പറത്താറ്. എന്തുകൊണ്ടാണ് തത്തയെ പറത്താത്തത്? തത്തക്കൊക്കെ കളർ വേറെയാണ്. പ്രാവിനെ
പണ്ട് മുതൽ നമ്മൾ മാത്രമല്ല കേട്ടോ, ലോകത്തെവിടെ നിങ്ങൾ ഒരു സമാധാന പരിപാടി കണ്ടു കഴിഞ്ഞാലും ആ സമാധാന പരിപാടിയുടെ അടയാളമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം പ്രാവിനെ പറത്തലാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഒരുക്കിയിരിക്കുന്നത്, ഞാൻ ടീച്ചേഴ്സിനെ മുക്തകണ്ഠം അഭിനന്ദിക്കുന്നു. കാരണം ഇത് ഒരു കളറാണെങ്കിൽ, ഏതെങ്കിലും കളറാണെങ്കിൽ ഒരു പ്രശ്നമുണ്ട്. അപ്പം നമ്മൾ ധരിക്കുന്ന ഡ്രസ്സ് പോലും, ഇപ്പോൾ ചന്ദ്രിക, ഞാനും ആരിസൊക്കെ ചന്ദ്രികയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ചന്ദ്രികയുടെ സ്പോർട്സ് പേജിന് റെഡ് കളറാണ് കൊടുത്തത്. അപ്പോൾ ഇന്ന് രാവിലെ ഒരാൾ വിളിച്ച് ചോദിച്ചത്, അല്ല നമ്മൾ പാർട്ടി മാറിയോ എന്നാണ് ചോദിച്ചത്, കളർ കണ്ടിട്ട്. അപ്പോൾ കളർ വലിയൊരു ഘടകമാണ്. വെള്ളക്ക് പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കളറാണ് വെള്ള. അപ്പോൾ ആ വെള്ളയാണ് നമ്മൾ മക്കളെ സ്വാഗതം ചെയ്യുന്ന ആദ്യ ദിവസം തന്നെ അലങ്കരിച്ചിരിക്കുന്നത്. അത് ഏറ്റവും നല്ല ഒരു ലക്ഷണം, സിംറ്റമാണ്. കാരണം സമാധാനം എന്ന് പറയുന്നത് ഇന്നില്ലാത്ത കാര്യമാണ് കേട്ടോ, അല്ലേ? ആണോ? ഞാൻ വെറുതെ ഇങ്ങനെ പ്രസംഗിച്ചു പോയി, നിങ്ങൾ ആരെങ്കിലും എൻ്റെ പ്രസംഗം ശ്രദ്ധിക്കുകയോ? ഇല്ല. ഞാൻ കുറച്ച് ബഹളമൊക്കെ വെച്ചാലോ, ഒരു പാട്ടൊക്കെ പാടി 2 ജഗപോക സംസാരമൊക്കെ നടത്തി കഴിഞ്ഞാൽ, ഇപ്പോൾ ഉസ്താദൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാനത് നടത്താത്തത്. അതൊക്കെ നടത്തി കഴിഞ്ഞാൽ ആൾ ശ്രദ്ധിക്കുള്ളൂ. അപ്പം നിങ്ങൾ വാർത്ത 7 മണിയുടെ 8 മണിയുടെ വാർത്ത കാണാറില്ലേ? വാർത്ത കാണാറുണ്ടോ? എന്ത് വാർത്ത അല്ലേ? ഈ വാർത്തയിൽ 1 മണിക്കൂർ വാർത്തയാണ്. ഈ വാർത്തക്ക് ക്ഷണിക്കുന്ന ഗസ്റ്റുകളെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ആരാ ഗസ്റ്റായിട്ട് വരുന്നത്? നമ്മുടെ ഫൈസൽ ഫൈസി ഉസ്താദിനെ ആരും ഗസ്റ്റായിട്ട് വിളിക്കില്ല. എന്തുകൊണ്ടായിരിക്കും? അദ്ദേഹം ശാന്തനായിട്ടേ സംസാരിക്കൂ. അല്ല, മാഷ് അവിടെ ഇരിക്കുന്നുണ്ട്, മാഷൊന്നും വിളിക്കില്ല. ശാന്തരായിട്ട് ആരെങ്കിലും സംസാരിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യാറ്? നമ്മുടെ കയ്യിൽ റിമോട്ടില്ലേ? നമുക്ക് ഇഷ്ടമല്ല ശാന്തരായിട്ട് സംസാരിക്കുന്നവരെ. അപ്പോൾ നമ്മൾ റിമോട്ടിൻ്റെ ബട്ടൺ അമർത്തി അടുത്ത ചാനലിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ പൊട്ടിത്തെറിക്കുന്ന ഒരാളായിരിക്കും. ഞാനീ പറയുന്ന മലയാളമൊന്നുമല്ല അദ്ദേഹം പറയുക. ഏറ്റവും മോശമായിട്ട്, ഏറ്റവും വൾഗറായിട്ട് മലയാളം പറയുന്ന ഒരാളെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ബട്ടൺ മാറ്റില്ല, നിങ്ങളത് കാണും. ആരാണോ ദേഷ്യത്തോടു കൂടി, ആരാണോ രോക്ഷത്തോടു കൂടി, ആരാണോ വളരെ ഭീകരമായിട്ട് സംസാരിക്കുന്നത്, അവരാണ് ഇപ്പോഴും കയ്യടി നേടുന്നത്, അല്ലേ? ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഉൾപ്പെടുന്ന വാർത്താ സമൂഹം രാത്രിയിലെ 1 മണിക്കൂർ ചർച്ചയിലേക്ക് ശാന്തരായ സമാധാനപ്രേമികളായ ആരെയും വിളിക്കാത്തത്. പകരം ഞങ്ങൾക്ക് വേണ്ടത് ബഹളം വെക്കുന്നവരെയാണ്. അപ്പം ബഹളങ്ങളുടെ ഒരു കാലമാണിത്. എല്ലായിടത്തും ബഹളമല്ലേ? ഇപ്പം പടക്കം പൊട്ടിക്കാത്ത പരിപാടി ഏതാ ഉള്ളത്? പണ്ട് ഞാനൊക്കെ വിഷുവുള്ള സമയത്ത് മാത്രമാണ് പടക്കം കാണാറ്. ഇപ്പോഴും പെരുന്നാളിന് പടക്കം, വിഷുവിന്, ഓണം, ഏത് സെലിബ്രേഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാലും ബഹളമാണ്. ഞാനൊന്നിനും കുറ്റം പറയുകയല്ല, പക്ഷെ ബഹളത്തെയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. ഏത് കുട്ടികളുടെ ജന്മദിനമാണ് ഇപ്പോൾ ആഘോഷിക്കാത്തത്? ഇന്നലെ നമ്മുടെ ഒരാളുടെ ജന്മദിനമായിരുന്നു. ആരുടേതാ ഇന്നലെ? ആർക്കും അറിയില്ലേ? നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ ഒന്നും കാണാറില്ലേ? ഇന്നലെ വളരെ പ്രമുഖനായ ഒരാളുടെ 62ാമത് പിറന്നാളായിരുന്നു. 62 അല്ലേ? മുഖ്യമന്ത്രി VD സതീശൻ്റെതാണ്. ഇന്ന് 70 കഴിഞ്ഞ ഒരാളുടെ പിറന്നാളുണ്ട്. അയാളും പ്രമുഖനാണ്. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ആരാന്ന്? പണ്ടൊന്നും ഈ ബർത്ത്ഡേ ആഘോഷമൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ ഈ ഫേസ്ബുക്കൊക്കെ വന്നതോടുകൂടി ഞാൻ അറിയാതെ മെയ് 16 എൻ്റെ ജന്മദിനം. അപ്പോൾ മെയ് 16 എന്നോട് പറയും, അല്ലെങ്കിൽ മെയ് 15 എന്നോട് പറയും നാളെയാണ് കേട്ടോ എന്ന് പറയും. ഇന്ന് നമ്മുടെ PK കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ പിറന്നാളാണ്. അദ്ദേഹം പോലും ചിലപ്പോൾ അറിയില്ല. പക്ഷേ സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ അദ്ദേഹത്തിന് പൂച്ചെണ്ടുകളും എല്ലാം കൊടുത്ത കുറേ ആളുകളെ കാണാം. അപ്പം ആരാ ജന്മദിനം ഇന്ന് ആഘോഷിക്കാത്തത്? എല്ലാവരും ആഘോഷിക്കുന്നില്ലേ? ഇല്ലേ? അപ്പോൾ ഈ ജന്മദിനം ആഘോഷിക്കാനുള്ള കാരണം എന്താ? ജന്മദിനമാവുമ്പോഴും ഒരു പാട്ട്, ഒരു കേക്ക്, അല്പം ഭക്ഷണം, കുറച്ച് ബഹളം, അങ്ങനെ നമ്മളതിൻ്റെ വീഡിയോ എടുക്കുന്നു. വീഡിയോ നിങ്ങൾ എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ജന്മദിനം എന്തായിട്ട് മാറുകയാണ്? വൈറൽ, അല്ലേ? വാട്ട് ഈസ് വൈറൽ? എന്താ മീനിങ്? വൈറലിൻ്റെ മീനിങ് എന്താ? വൈറൽ ആവുക എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാം നമ്മളങ്ങ് പടരുകയാണ്. വൈറൽ എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ നമ്മൾ പഠിച്ചിരുന്നത് വൈറൽ ഫീവറാണ്.
ഒരു പനി വന്നാൽ അത് പകർച്ചവ്യാധിയാണെങ്കിൽ ആ പനി എല്ലാവരിലേക്കും ബാധിക്കും. അതാണ് വൈറൽ ഫീവർ എന്ന് പറയുന്നത്. ഇപ്പം നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് വൈറലായിട്ട് മാറാനാണ്. അത്തരമൊരു കാലമാണ്. അപ്പം ആ കാലത്തെ മക്കളാണ് വെളുത്ത നിറത്തെ സ്നേഹിച്ചുകൊണ്ട് സമാധാനത്തിൻ്റെ അടയാളങ്ങളായിട്ട് അവരുടെ കലാലയം, അവരുടെ വിദ്യാലയ ജീവിതം ആരംഭിക്കാനായിട്ട് പോകുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ ഞാൻ നിങ്ങളോട്, രക്ഷിതാക്കളോടായിട്ട് പറയുന്ന ഒരു കാര്യം, മക്കളെ നമ്മൾ ഇഷ്ടപ്പെടണം, മക്കളെ നമ്മൾ സ്നേഹിക്കണം. ഞങ്ങൾ ചന്ദ്രികയിൽ ഇന്നൊരു വാർത്ത 1-ാം പേജിലുണ്ട്. 1.5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ, ആ കുഞ്ഞിനെ രക്ഷിതാക്കൾ കൊലപ്പെടുത്തിയ വാർത്തയാണത്. അപ്പം നമ്മൾ കുട്ടികളെ സ്നേഹിക്കുമ്പോൾ തന്നെ നമ്മൾ കുട്ടികളെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന വളരെ പെട്ടെന്ന് എത്തരത്തിലുള്ള കൊലപാതകങ്ങളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ വായിക്കുമ്പോൾ, പത്രം വായിക്കുമ്പോൾ അല്ലെങ്കിൽ ചാനലുകളൊക്കെ കാണുമ്പോഴറിയാം, പല വിധത്തിലുള്ള കൊലപാതകങ്ങളാണ്. കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ ഒരു 19-കാരിയായ പെൺകുട്ടി, അവിവാഹിതയാണ്, അവർ പ്രസവിച്ച ആ കുട്ടി ചെയ്ത ഒരു കാര്യം, പ്രസവിച്ച ഗർഭസ്ഥ ശിശുവിനെ, കുഞ്ഞിനെ ജനലിനുള്ളിൽ കൂടി പുറത്തേക്ക് എറിഞ്ഞു. നമ്മൾ കൊടുത്ത വാർത്തയാണ്. നമ്മൾ ആരെങ്കിലും ചിന്തിക്കുന്നോ ഇങ്ങനെ? പക്ഷെ നമ്മളിങ്ങനെ മാറുന്നുണ്ട്. അതായത് പ്രസവിച്ച കുഞ്ഞിനെ ജനലിനുള്ളിൽ കൂടി പുറത്തേക്ക് എറിയുന്ന ഒരു 19-കാരി മലയാളത്തിനൊന്നും ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്തൊരു പെൺകുട്ടിയാണ്. അങ്ങനെ നമ്മൾ മാറുന്നത് എന്തുകൊണ്ടാണ്? ഈ മാറാനൊരു കാരണം, പുതിയ കാലത്ത് നമ്മൾ ഈ മൊബൈൽ എന്ന് പറയുന്ന നമ്മുടെ ആയുധവുമായിട്ടുള്ള ഒരു സ്നേഹത്തിലാണ്. ആ സ്നേഹത്തിൽ നമ്മൾ പരസ്പരം മറക്കുകയാണ്, എല്ലാം മറക്കുകയാണ്. പക്ഷേ ഞാൻ നിങ്ങളോട് നിർദ്ദേശിക്കുന്ന ഒരു കാര്യം, മൊബൈല്, വാട്സപ്പ് എല്ലാം നമുക്ക് ഉപയോഗിക്കാം, പക്ഷെ നമ്മുടെ മക്കളെ സ്നേഹിക്കാൻ. അപ്പം ഇന്ന് ഈ സ്കൂളിൽ നിന്നും ആദ്യത്തെ ദിവസം കഴിഞ്ഞ് മക്കൾ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ആ മക്കളോട് ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് ചോദിക്കണം. ഇപ്പോൾ ഉച്ചവരെ ആയിരിക്കാം ഒരുപക്ഷെ ക്ലാസ്. ഈ ക്ലാസ് കഴിഞ്ഞ് മക്കൾ തിരിച്ചു വരുമ്പോൾ എന്തൊക്കെയാണ് ഇന്ന് പഠിച്ചത്, ആരൊക്കെയാണ് ഇന്ന് കണ്ടത്, ഏതൊക്കെ മിഠായിയാണെന്ന് കഴിച്ചത്, ഏതൊക്കെ ടീച്ചറാണ് തലയിൽ കൈവച്ചത്, ആരൊക്കെയാണ് സംസാരിച്ചത്, ആരാണ് കമാൽ വരദൂർ, ഇതൊക്കെ അവരോട് ചോദിക്കണം. അപ്പം അവരിങ്ങനെ പറയും. അപ്പം അവർ പറയുന്നതിനേക്കാൾ അവർക്കിഷ്ടമെന്ന് പറയുന്നത് 10 മിനിറ്റാണെങ്കിലും നിങ്ങൾ അവരെ ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ്. അവരുടെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും നമ്മെ സ്നേഹിക്കും, രക്ഷിതാക്കളെ സ്നേഹിക്കും, പഠനത്തെ സ്നേഹിക്കും, അധ്യാപകരെ സ്നേഹിക്കും. അതല്ല, മക്കൾ വരുമ്പോൾ നിങ്ങൾ വാട്സപ്പിലാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തം ടിവിയോ അല്ലെങ്കിൽ കാണുന്ന ഒരു ഘട്ടമാണെങ്കിൽ മക്കളും നിങ്ങളും തമ്മിലുള്ള അടുപ്പം കുറയും. ഈ അടുപ്പം കുറയുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? പല രീതിയിൽ നമ്മൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ നടക്കുന്നത്. അങ്ങനെയൊന്നും നടക്കാതിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. കാരണം നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, സമസ്ത പോലുള്ള വലിയ സംഘടനയുടെ നേതൃത്വത്തിലുള്ള ഒരു സ്ഥാപനമാണിത്. ആദർശ ലോകത്ത് വലിയ വിഹായസുകൾ താണ്ടി 100 വർഷം കഴിഞ്ഞ് മുന്നേറുന്ന ഒരു പ്രസ്ഥാനം നടത്തുന്ന സ്ഥാപനമാവുമ്പോൾ നമുക്ക് വിശ്വാസം വേണം. ആ വിശ്വാസത്തിലൂന്നി നമ്മുടെ മക്കൾ വളരണം. ആ വളരുന്ന മക്കൾ നമ്മുടെ മക്കളായിട്ട്, ഈ പ്രദേശത്തിൻ്റെ, നാടിൻ്റെ മക്കളായിട്ട്, നന്മയുള്ള മക്കളായിട്ട് മാറണം. അങ്ങനെ ആവുമ്പോഴാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനം നാളെ ലോകത്തിന് മാതൃകയായിട്ട് മാറുക. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എന്നെക്കുറിച്ച് പറഞ്ഞത് സ്പോർട്സാണ്. വേൾഡ് കപ്പ് ആരംഭിക്കാൻ പോവുക അല്ലേ? ആണോ? നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ടീം ഏതാ? ആരും ഒരാൾ പറയും, ഏതാ ഇഷ്ടപ്പെട്ട ടീം വേൾഡ് കപ്പിൽ? ആർക്കും ഇഷ്ടമില്ലേ? ഉണ്ടോ? രക്ഷിതാക്കൾക്കുണ്ട്. ഇഷ്ടപ്പെട്ട ടീമുണ്ടോ? ഒരു ടീമും ഇല്ല അല്ലേ? മെസ്സിയെ കേട്ടിട്ടില്ലേ? മെസ്സി ഇല്ലേ? അപ്പം നിങ്ങൾ ഇതേ പ്രായത്തിൽ, അതായത് 6-ാം വയസ്സിൽ, നിങ്ങൾക്ക് 6 വയസ്സാവുന്നേ ഉള്ളൂ, 6-ാം വയസ്സിൽ ഇടത് കാലിന് തളർവാദം വന്ന ഒരു പയ്യനാണ് മെസ്സി എന്ന് പറയുന്നത്. 6-ാം വയസ്സിൽ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു, ഈ പയ്യൻ്റെ ഇടത് കാലിന് സ്വാധീനക്കുറവുണ്ട്, അതുകൊണ്ട് ഇവന് റെസ്റ്റ് വേണം, ഇവന് നടക്കാൻ പ്രയാസമാണെന്ന് പറഞ്ഞു.
മെസ്സിയുടെ പിതാവ് വളരെ നിരാശനായിട്ട് മെസ്സിയുമായിട്ട് വീട്ടിലേക്ക് തിരിച്ചു വന്നു. മെസ്സി ബെഡിലായി. ബെഡിലുള്ള മകനോട് പിതാവ് ചോദിച്ചു, നിനക്ക് എന്തെങ്കിലും വേണോ? സാധാരണഗതിയിൽ നമ്മൾ മക്കളോട് ചോദിക്കുന്ന ചോദ്യമാണ്. മെസ്സി പിതാവായ ജോർജ് മെസ്സിയോട് പറഞ്ഞു, ഐ വോണ്ട് എ ഫുട്ബോൾ, എനിക്കൊരു ഫുട്ബോൾ വേണം. അങ്ങനെ ബെഡിലായ മകന് 6-ാം വയസ്സിൽ ആ പിതാവ് ഒരു ഫുട്ബോൾ വാങ്ങിക്കൊടുക്കുകയാണ്. എന്നിട്ട് ആ മകൻ ചെയ്ത ഒരു കാര്യം, വയ്യാത്ത കഥ കിടന്നുകൊണ്ട് ഈ വയ്യാത്ത ഇടതുകാൽ വെച്ച് ഇങ്ങനെ പന്ത് തട്ടുകയായിരുന്നു, ചെറുങ്ങനെ. അങ്ങനെ 2 വർഷം കഴിഞ്ഞു. ഈ കിടപ്പിൽ 2 വർഷം. 6-ൽ നിന്ന് 8 വയസ്സായപ്പോൾ ഈ പയ്യൻ താഴോട്ടിറങ്ങിയിട്ട് ആ പന്തെടുത്ത് ആദ്യം തലയിലാണ് വെച്ചത്. എന്നിട്ട് ചെസ്റ്റിലേക്ക് ഇങ്ങോട്ടിട്ടു, എന്നിട്ട് ഹിപ്പിലേക്ക്, എന്നിട്ട് നീ ടോ, അതായത് വയ്യാത്ത ആ കാല് വെച്ച് അയാൾ പന്ത് താഴെ വീഴാതെ അദ്ദേഹം ബാലൻസ് ചെയ്തു. വയസ്സ് 8. അന്ന് അർജന്റീനയിലെ പത്രങ്ങൾ ഒരു വാർത്ത കൊടുത്തു, ഡോക്ടർമാർ വയ്യ എന്ന് പറഞ്ഞൊരു പയ്യൻ ഫുട്ബോളുമായിട്ട് മാജിക് കാണിക്കുകയാണ്. അങ്ങനെ ആ വാർത്ത പത്രങ്ങളിലൊക്കെ വന്നു. ആ വാർത്ത കണ്ടിട്ടാണ് സ്പെയിനിൽ അല്ലെങ്കിൽ ബാഴ്സലോണ എന്ന ക്ലബ്ബാണത്. ആ ക്ലബ്ബ് അർജന്റീനയിലെ റൊസാരിയോ എന്ന് പറയുന്ന ഗ്രാമത്തിലെത്തിയിട്ട് ഈ പയ്യനെയുമായിട്ട് പോവുകയാണ് 9-ാം വയസ്സിൽ. പിന്നെ ഉള്ളതാണ് മെസ്സി എന്ന് പറയുന്നത്. ഇന്ന് ആരാ മെസ്സി? ആരാണ് പറയും നിങ്ങൾ? വയസ്സ് 38ആയി. ഈ മജ്മ സ്കൂളിൻ്റെ വാർഷികത്തിന് ഹാരിസും ഉസ്താദൊക്കെ മെസ്സിയാണ് വിളിക്കുന്നതെങ്കിലോ ഉദ്ഘാടനത്തിന്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കമാൽ വരദൂരിന് പകരമായിട്ട് സാക്ഷാൽ മെസ്സിയാണ് ഈ പരിപാടിക്ക് ഉദ്ഘാടനം ചെയ്യാൻ വരുന്നതെങ്കിലോ എത്ര കാശ് കൊടുക്കണം? മെസ്സിയുടെ 1 മിനിറ്റിൻ്റെ വില 17 ലക്ഷം രൂപയാണ്. നിലവിലെ മാർക്കറ്റിൽ അദ്ദേഹത്തിൻ്റെ 1 മിനിറ്റിൻ്റെ വില 17 ലക്ഷമാണ്. അപ്പോൾ അദ്ദേഹം ഇപ്പോഴുള്ളത് മിയാമി എന്ന് പറയുന്ന അമേരിക്കൻ സിറ്റിയിലാണ്. അപ്പോൾ അമേരിക്കൻ സിറ്റിയിൽ നിന്ന് ദുബായ് വന്ന്, ദുബായിൽ നിന്ന് കരിപ്പൂർ വന്ന്, കരിപ്പൂരിൽ നിന്ന് നരിക്കുനി എത്തണമെങ്കിലുള്ള മിനിറ്റ് കൂട്ടുക. അപ്പോഴെത്ര ലക്ഷമാണ്? ഏകദേശം ഒരു ദിവസം കൂട്ടിയാൽ മതി. 24 മണിക്കൂർ. 24 മണിക്കൂറിൽ എത്ര മിനിറ്റ്? 1 മിനിറ്റിന് 17 ലക്ഷം വെച്ച് എത്ര എന്ന് കൂട്ടിയാൽ നരിക്കുനി അങ്ങാടി വിറ്റാലും എന്താണ് ആരിസേ കിട്ടില്ല. അതാണ് മെസ്സി എന്ന് പറയുന്നത്. അപ്പം ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇവിടെ ഇരിക്കുന്ന മക്കളിൽ മെസ്സിമാരുണ്ട്. നാളെയുടെ മെസ്സിയായിട്ട് മാറാൻ പറ്റിയ നല്ല മക്കളുണ്ട്. ആ നല്ല മക്കളെ വളർത്താനുള്ള വലിയ സ്ഥാപനമാണിത്. ഈ സ്ഥാപനത്തിന് കീഴിൽ നല്ല മക്കൾ, നല്ല ശക്തരായ മക്കൾ ഉണ്ടാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങ്, ഈ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തത് കഴിഞ്ഞ വർഷത്തെ ടോപ്പ് മാർക്ക് വാങ്ങിയിട്ടുള്ള കുട്ടികൾക്കുള്ള മൊമെൻറ്റോ ഡിസ്ട്രിബ്യൂഷനാണ്. അതിന് കുട്ടികളുടെ പേര് വിളിക്കും. അവർ കൃത്യമായിട്ട് സ്റ്റേജിലേക്ക് വരിക. ബഹുമാന്യനായ കമാൽ അവിടെ നോക്കി അതിൻ്റെ അടുത്ത് തന്നെ ബഹുമാന്യൻ കമാൽ വരൂർ സാർ വിതരണം ചെയ്യുന്നതാണ്. പേര് വിളിക്കുന്ന കുട്ടികൾ സ്റ്റേജിലേക്ക് വരേണ്ടതാണ്. ടീച്ചേഴ്സ് ഒന്ന് ശ്രദ്ധിക്കണേ. ഹൈസിൻ മുഹമ്മദ്, LKG. ഹൈസിൻ മുഹമ്മദ്. ഹൈസിൻ മുഹമ്മദ്.
ഞങ്ങൾ എടുത്തോളാം. ഏതെടുത്താലും മതി. ഷൻഹ മെഹബിൻ, അമീസ ഫാത്തിമ, മുഹമ്മദ് റിഫാൻ, LKG മുഹമ്മദ് റിഫാൻ, ഐഷ ഐറിൻ. അടുത്തത് ഐഷ ഐറിൻ. ഐഷ ഐറിൻ. ഐഷ നഹ്വ, ഹൈസ ഫാത്തിമ. സ്റ്റാൻഡേർഡ് 2nd സ്റ്റാൻഡേർഡിൽ ഹൈസ ഫാത്തിമ. ഐഷ ജസ പി LKG. ഐഷ ജസ. ഇന്നത്തെ ദിവസം വേണ്ടിയത് ആ പേരൻസ് തന്നാൽ മതി. ഐറ ബത്തുൽ. കാണൂല. സ്റ്റാറ്റസ് വെക്കേണ്ടതാ. ഫാത്തിമ ആത്തിഫ. മുഹമ്മദ് അസ്ലാൻ. മുഹമ്മദ് അസ്ലാൻ UKG. മുഹമ്മദ് റാസി UKG. മുഹമ്മദ് റാസി. ഐറിൻ മെഹക്ക് 1C. ഐറിൻ മെഹക്ക്. അനൈ ബിനോദ് 2A. ഫാദി സൽമാൻ സ്റ്റാൻഡേർഡ് 1. അമൽ മുസ്തഫ ഫസ്റ്റ് A. കഴിഞ്ഞോ?
ആശംസാ പ്രസംഗം നിർവഹിക്കുന്നതിന് പ്രിയപ്പെട്ട ബഹുമാനനായ ഫൈസൽ ഫൈസ് ഉസ്താദിനെ ആദരപൂർവ്വം ക്ഷണിച്ചു. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട നമ്മുടെ ചടങ്ങിൻ്റെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ചന്ദ്രികയുടെ പത്രാധിപർ പ്രിയപ്പെട്ട കമാൽ വരദൂർ സാർ ഉൾപ്പെടെയുള്ള മജ്മയിൻ്റെ ഭാരവാഹികളായ വിശിഷ്ട വ്യക്തിത്വങ്ങൾ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥിനികളെ, സുദീർഘമായ ഒരു സംസാരത്തിൻ്റെ ആവശ്യമില്ല. കൃത്യമായി നമ്മുടെ മക്കളെ സംബന്ധിച്ചുള്ള സൂചനകൾ നൽകി പ്രിയപ്പെട്ട കമാൽ സാർ പ്രൗഢമായ ഒരു ഉദ്ഘാടന പ്രസംഗമാണ് ഇവിടെ നിർവഹിച്ചിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ സമ്പത്ത് നമ്മുടെ മക്കളാണ്. നമ്മുടെ മക്കൾ നിലനിൽക്കുകയും അവരുടെ ഭാവി മനോഹരമാവുകയൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഒരു അഡ്രസ്സ്, ഒരു ഐഡൻറ്റിറ്റി നിലനിർത്തുന്നതിൻ്റെ ഭാഗമാണ്. നമ്മളില്ലാതെ പോയാലും നമ്മുടെ മക്കളെ ചേർത്തി പറയുന്നത് നമ്മിലേക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾ നല്ലവരാവുകയും നല്ല സംസ്കാരം പഠിക്കുകയും നല്ല വിദ്യാഭ്യാസം നേടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, നേരത്തെ ഇവിടെ കമാൽ സാർ സൂചിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസ മേഖലയിൽ വളരെ സജീവമായ ഇടപെടലുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വർത്തമാന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ പരിസര പ്രദേശത്ത് പുല്ലാളൂരിലും ആരാമ്പ്രത്തും 2 വിദ്യാർത്ഥികളെ ആദരിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രിയപ്പെട്ട ഹാരിസ് അഷരിയുടെയൊക്കെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചെന്നപ്പം ഒരു വിദ്യാർത്ഥിനി പ്ലസ് ടു പരീക്ഷയിൽ 1200 മാർക്കും നേടിയവളാണ്. ഞാൻ ആ പെൺകുട്ടിയുമായി സംസാരിച്ചപ്പോൾ അവൾ പറഞ്ഞ മറുപടി, സ്കൂൾ വിട്ട് വന്ന് വീട്ടിൽ അത്യാവശ്യ ജോലികളൊക്കെ കഴിഞ്ഞാൽ പിന്നെ പുസ്തകവുമായുള്ള നിരന്തരമായ ഇടപെടലാണ് അത്രയും വലിയൊരു മാർക്ക് വാങ്ങാൻ സാധിച്ചത് എന്ന്. ആരാമ്പുറത്ത് ചെന്ന് ചക്കാലക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് 1200 1196 മാർക്ക്, 4 മാർക്കാണ് ആ പെൺകുട്ടിക്ക് കുറഞ്ഞത്. അവളോട് സംസാരിച്ചപ്പം അവളും അതേ മറുപടിയാണ് നൽകിയത്. അപ്പോൾ വർത്തമാന കാലഘട്ടത്തിൽ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയായി നമ്മളൊക്കെ നേരിടുന്നത് വായനകൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നം നമ്മുടെ മക്കളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ മക്കൾക്ക് പ്രത്യേകിച്ച് ദിനപത്രങ്ങൾ വായിക്കാൻ, ചിത്രങ്ങൾ കണ്ട് റീലുകൾ കണ്ട് ആസ്വദിക്കുന്നതിന് പകരം ദിനപത്രങ്ങൾ വായിക്കാൻ, പുസ്തകങ്ങൾ വായിക്കാനൊക്കെ ഉള്ളൊരു ത്വര അവരിൽ ഉണ്ടാക്കിയെടുക്കുകയും അതിലൂടെ അവരുടെ വിദ്യാഭ്യാസം ഭാസുരമാക്കാൻ, ഭാവി ഭാസുരമാക്കാൻ രക്ഷിതാക്കൾ എന്ന നിലയിൽ നമ്മളൊക്കെ ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് ഈ സമയത്ത് സ്നേഹപൂർവ്വം രക്ഷിതാവ് എന്ന നിലയിൽ എന്നോടും നിങ്ങളോടും ഒക്കെ ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ മജ്മയിനെ സംബന്ധിച്ചിടത്തോളം മജ്മയിൻ്റെ ആസ്തിയും മജ്മയിൻ്റെ അഭിമാനവും ഒക്കെ ഈ സ്ഥാപനത്തിനെ സ്നേഹിക്കുന്ന, ഈ സ്ഥാപനത്തിൻ്റെ രക്ഷിതാക്കളാകുന്ന നിങ്ങളൊക്കെയാണ്. തുടർന്നും ഈ സ്ഥാപനത്തിൻ്റെ എല്ലാ നന്മക്കും നിങ്ങളൊക്കെയും ഓരം ചേർന്ന് നിൽക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു പുതിയ അധ്യയന വർഷത്തിന് പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾക്കും നമ്മുടെ സ്ഥാപനത്തിലെ ടീച്ചേഴ്സിനുമൊക്കെ ഒരു പുതിയ അധ്യയന വർഷത്തിൽ എല്ലാ അർത്ഥത്തിലുമുള്ള നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി. അസ്സലാമു അലൈക്കും. അടുത്തതായി ബഹുമാനനായ അസീസ് മാസ്റ്ററെ 2 വാക്ക് സംസാരിക്കാനാണ് ക്ഷണിക്കുന്നത്. ബഹുമാനനായ നമ്മുടെ മുഖ്യാതിഥി കമാൽ വരദൂർ സാഹിബ്, മജ്മയിൻ്റെ കമ്മിറ്റിയുടെ ഭാരവാഹികൾ, അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന സ്ഥാപനത്തെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന രക്ഷിതാക്കൾ, അവിടെ സ്നേഹം നിറഞ്ഞ കുട്ടികൾ, ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് മുഴുവൻ സ്ഥാപനങ്ങളിലും ഇതുപോലെ പ്രവേശനോത്സവങ്ങൾ നടക്കുകയാണ്. അപ്പോൾ ഈ ഒരു അധ്യയന വർഷം നമ്മുടെ കുട്ടികളെ, പ്രത്യേകിച്ച് പുതുതായി ചേർന്ന കുട്ടികളെ ആഘോഷപൂർവ്വം നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരവേൽക്കുകയാണ്. അപ്പോൾ അടുത്ത ഈ ഒരു അധ്യയന വർഷക്കാലം അവരുടെ പഠന കാര്യങ്ങളും മറ്റെല്ലാ മേഖലകളിലും അവരുടെ വളർച്ച വളരെ കൗതുകത്തോടു കൂടിയാണ് നമ്മുടെ രക്ഷിതാക്കളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് അതിനനുസരിച്ചുള്ള ഉന്നതമായ നിലവാരമുള്ള പഠന അനുഭവങ്ങൾ ഈ സ്ഥാപനത്തിൽ അവർക്കുണ്ടാവും എന്ന് നമ്മൾ കഴിഞ്ഞ കാല അനുഭവങ്ങൾ വെച്ച് നമുക്ക് പറയാൻ കഴിയും. അതുകൊണ്ട് തന്നെ കൂടുതൽ മെച്ചപ്പെട്ട നിലയിലേക്ക്
ഈ സ്ഥാപനത്തെ ഉയർത്തിക്കൊണ്ടുപോകുന്നതിന് ഒരുപാട് പരിമിതികൾ നമ്മളെല്ലാം അനുഭവിക്കുന്നുണ്ട്. ആ പരിമിതികളൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട് ഉയർന്ന രീതിയിലേക്ക് ഉന്നത നിലവാരത്തേക്ക് ഇനിയും ഉയർത്തിക്കൊണ്ടുപോകുന്നതിനുള്ള ഈ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായവും സഹകരണവും പ്രാർത്ഥനയും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയും അതോടൊപ്പം ഈ പ്രവേശനോത്സവത്തിൽ ഈ അധ്യയന വർഷത്തിൽ ഇവിടെ പഠിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും അതുപോലെ തന്നെ അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർക്കൊക്കെ തന്നെ സന്തോഷകരമായ ഊർജ്ജസ്വലമായ ഒരു അധ്യയന വർഷം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ്. പ്രിയപ്പെട്ട മുഹമ്മദ് അലി മാസ്റ്റർ രണ്ടാമത് സംസാരിക്കാൻ വേണ്ടിയിട്ട് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ഗുഡ് മോർണിംഗ്. ബഹുമാന്യനായ യോഗത്തിൻ്റെ അധ്യക്ഷൻ നമ്മുടെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുകയും നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ ഈ സ്ഥാപനത്തിൽ എത്തിച്ചേരുകയും ചെയ്ത ചന്ദ്രികയുടെ ചീഫ് എഡിറ്ററായിട്ടുള്ള കമാൽ ബരദൂർ അവർകളെ, മറ്റ് ഈ സ്ഥാപനത്തിൻ്റെ ഭാരവാഹികളെ, നല്ലവരായ രക്ഷിതാക്കളെ, വിദ്യാർത്ഥിനികളെ, ഞാൻ കൂടുതലൊന്നും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് കേരളത്തിലുടനീളം നമ്മുടെ എല്ലാ മേഖലയിലുമുള്ള വിദ്യാലയങ്ങളിൽ പ്രവേശനോത്സവം നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തിരുവനന്തപുരത്ത് പട്ടം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നമ്മുടെ ബഹുമാന്യനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വി ഡി സതീശനാണ് ഈ പരിപാടി ഔപചാരികമായി ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അതിൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മുടെ ഈ പഞ്ചായത്തിലും തൊട്ടടുത്ത പഞ്ചായത്തിലുമൊക്കെ ഇതേപോലുള്ള പരിപാടികൾ ഈ സന്ദർഭത്തിൽ നടക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അവരുദ്ദേശിക്കുന്നവരല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസം കരഗതമാക്കുന്നതിന് വേണ്ടിയാണ് ഈ കുടുസായി ഈ സ്ഥാപനത്തിലും ഇതേപോലുള്ള വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ രക്ഷിതാക്കളും വന്നുകൊണ്ട് ഈ സ്ഥാപനത്തിൻ്റെ പ്രൗഢമായ അംഗീകാരം വിളിച്ചോതിക്കൊണ്ട് പോകുന്ന രൂപത്തിലാണ് ഇവിടെ നമ്മളെല്ലാവരും ഇന്ന് ഇരിക്കുന്നത്. ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥാപനത്തിൽ പഠിക്കാനും ഇതിനൊക്കെ പല ബുദ്ധിമുട്ടും ഉണ്ടാവും. ആ സൗകര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് 2-3 വീട്ടുകാരൊക്കെ കുട്ടികളെ കാണുന്നിടത്തേക്ക് നിന്ന് രക്ഷിതാക്കൾ രാവിലത്തെ 2 വർത്താനമൊക്കെ പറഞ്ഞ് കുട്ടികളെ വേഗം കയറ്റി വിടുക. ഇതാണ് ആദ്യമായിട്ട് പ്രത്യേകമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ പരമാവധി വിളിച്ച് കാര്യങ്ങൾ നേരിട്ട് പറയുക. വാട്സപ്പിൽ ചെയ്തു വെക്കും. എന്നിട്ടത് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും ഞങ്ങൾ നൽകുന്ന ഫോൺ നമ്പറുകളിൽ നിങ്ങൾ വിളിക്കണം. വാട്സപ്പിൽ ഇട്ടിനല്ലോ മാഷേ എന്ന് പറഞ്ഞിട്ട് യാതൊരു ഫലവും ഉണ്ടാവില്ല. നിങ്ങൾ വിളിക്കണം. അതേപോലെ തന്നെ കുട്ടികളെ മാറ്റിക്കയറ്റുന്ന ഏർപ്പാട് ഏറ്റവും ചുരുങ്ങിയത് 15 ദിവസത്തേക്ക് ഉണ്ടായിരിക്കുന്നതല്ല. ഇന്ന് മോളെ പൂനൂർക്ക് അയക്കണം, പന്നൂർക്ക് അയക്കണം, പുല്ലാളൂർക്ക് അയക്കണം, ആരാമ്പുറത്തേക്ക് അയക്കണം എന്നുള്ള വാക്ക്, കുട്ടികളെ മാറ്റിക്കയറ്റുന്ന വാക്ക് 15 ദിവസത്തേക്ക് ആരും പറയരുത്. അത് സ്വീകരിക്കുന്നതല്ല.